കോൺഗ്രസിനുള്ളിൽ പുതിയ പോർമുഖം തുറന്ന് ഒരാൾക്ക് ഒരു പദവി വിവാദം. കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവർ PR വർക്കിലൂടെ നേതാക്കളായവരെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP തുറന്നടിച്ചു. കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ കൂടി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ AICC നേതൃത്വത്തിന് കത്തയച്ചു. കെപിസിസിക്ക് മുഴുവൻ സമയ അധ്യക്ഷൻ വേണമെന്നാവശ്യപ്പെട്ട് വിവിധ ജില്ലകളിൽ ഫ്ലക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു. UDF അധികാരത്തിലെത്തി ഒരു മാസം പിന്നിട്ടു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിയായി. വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥും AP അനിൽകുമാറും മന്ത്രിസഭയിലെത്തി. KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുൾപ്പെടെ നേതാക്കൾ അവകാശവാദം ഉന്നയിച്ചെത്തിയെങ്കിലും പുതിയ നേതൃത്വത്തെ AICCക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തർക്കം തുടർന്നതോടെയാണ് വിമർശനം നേതാക്കൾ പരസ്യമാക്കിയത്. കോൺഗ്രസിൽ അടിമുടി അഴിച്ചുപണി അനിവാര്യമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ 24-നോട് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് ശക്തി പ്രാപിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിലാണ് കേവലം ഒരു KPC പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല, കോൺഗ്രസിൽ ഒരു അടിമുടി അഴിച്ചുപണി അനിവാര്യമാണെന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം. ഇതിനിടെ കോൺഗ്രസിനുള്ളിലെ അതൃപ്തി ഫ്ലെക്സ് രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടു. കോട്ടയം, കോഴിക്കോട്, തൃശൂർ DCC ഓഫീസുകൾക്ക് മുന്നിൽ ഒരാൾക്ക് ഒരു പദവി എന്ന് പറഞ്ഞ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. MLA-മാരും MP-മാരും മണ്ഡലം നോക്കട്ടെയെന്നും ഫ്ലെക്സിലുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിയായ പശ്ചാത്തലത്തിലാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമായത്. വിമർശനങ്ങളിൽ സണ്ണി ജോസഫിന്റെ മറുപടി ഇങ്ങനെ: ഞാൻ രണ്ട് ചുമതലയും വഹിച്ചു പോകാനുള്ള എൻ്റെ പ്രയാസം തന്നെ ഞാൻ തക്ക സമയത്ത് നേതൃത്വത്തെയും KPCC-യുടെ യോഗത്തിലും അറിയിച്ചിട്ടുണ്ട്. എന്നോട് എപ്പോൾ പകരം ആളെ നിയമിച്ച് എപ്പോൾ ചുമതല കൈമാറണം എന്ന് പറഞ്ഞാലും ആ സെക്കൻഡിൽ ഞാൻ തയ്യാറാണ്. ഐ ആം റെഡി ടു ക്വിറ്റ് അറ്റ് എനി ടൈം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ജോസഫ് വാഴക്കനെ കൊണ്ടുവരാൻ I ഗ്രൂപ്പ് ഊർജിത നീക്കം നടത്തുന്നുണ്ട്. ബെന്നി ബഹനാൻ, മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ എന്നിവരുടെ പേരും സജീവമായി ചർച്ചയിലുണ്ട്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.